നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. പാരാമെട്രിക് കർവിന്റെ ആർക്ക് ലെങ്ത്. അതായത് നിങ്ങൾക്ക് ഒരു പാരാമെട്രിക് കർവ്, പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി, എല്ലാം ടിയിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല ടി എന്ന് പറയുന്നത് എ തൊട്ട് ബി വരെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. എ തൊട്ട് ബി വരെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കർവിന്റെ, ഇത് ഒരു പടം വരയ്ക്കാമല്ലോ, പടം വരയ്ക്കാം. ആ കർവിന്റെ അല്ലെങ്കിൽ ആ ഫിഗറിന്റെ ലെങ്ത് എന്താണ്, ആ ഫിഗറിന്റെ ലെങ്ത് എന്താണ്, അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കണം, അതിനെ സ്ക്വയർ ചെയ്യണം. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കണം, അതിനെയും സ്ക്വയർ ചെയ്യണം. രണ്ടും കൂടെ കൂട്ടണം, എന്നിട്ട് റൂട്ട് എടുക്കണം. എന്നിട്ട് അയാളെ ഇന്റഗ്രൽ എ ടു ബി ഡി ടി ചെയ്താൽ മതി, ലെങ്ത് ആയിക്കോട്ടെ. ഇതാണ് ഫോർമുല. എന്താണ് ചെയ്യേണ്ടത്? ഓരോരുത്തരുടെയും ഡെറിവേറ്റീവ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, റൂട്ട് എടുക്കുക. എന്നിട്ട് അയാളെ ഇന്റഗ്രൽ എ ടു ബി ചെയ്തേക്കുക, കാര്യം കഴിഞ്ഞു. ആർക്ക് ലെങ്ത് ആയി. ആർക്ക് ലെങ്ത് ഓഫ് എ പാരാമെട്രിക് കർവ് നിങ്ങൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കഴിഞ്ഞു. ശരി, അപ്പൊ നമ്മൾ ഈ ഫോർമുല പഠിച്ചു. ഈ ഫോർമുല വരാൻ സാധ്യതയുള്ള ഫോർമുലയാണ്. ഇതുപോലെ കുറെ ഫോർമുലകൾ വരും, സൂക്ഷിക്കണം. നമ്മൾ ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും, മറക്കാതിരിക്കാൻ. ശരി, അപ്പോ ഇതിന്റെ കൂടെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സർക്കിൾ വിത്ത് സെന്റർ 0, 0 ആൻഡ് റേഡിയസ് എ. ഒരു സർക്കിളിന്റെ സെന്റർ 0, 0യും അതിന്റെ റേഡിയസ് എയും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു സർക്കിൾ വിത്ത് റേഡിയസ് 1 ആൻഡ് സെന്റർ 0, 0 നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി, റേഡിയസ് ഇൻറ്റു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു സൈൻ ടി. റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഉണ്ട്. ടിയുടെ വേരിയേഷൻ പഴയ പോലെ തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതൊന്നും മനസ്സിൽ വച്ചിരിക്കണം. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് സർക്കിൾ വിത്ത് റേഡിയസ് 1 ആൻഡ് സെന്റർ 0, 0 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി. വേരിയേഷൻ, ടിയുടെ വേരിയേഷൻ 0 മുതൽ 2t വരെ. ഇത് കുറച്ചുകൂടെ ജനറലൈസ് ചെയ്യാണ്. റേഡിയസ് 0, 0യും റേഡിയസ് എയും. അങ്ങനെയുള്ള സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത്. ഡൺ. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സർക്കംഫറൻസ് of a circle of radius a. റേഡിയസ് എ ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. റേഡിയസ് എ ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. ഒരു റേഡിയസ് എ ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് നിങ്ങൾക്ക് പറയാമോ? സർക്കംഫറൻസിന്റെ ഫോർമുല ആർക്കും അറിഞ്ഞൂടെ? 2πa. കഴിഞ്ഞു. അതാണ് സർക്കംഫറൻസിന്റെ ഫോർമുല. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇനി അത് തെളിയിക്കാൻ പോകുന്നത്. റേഡിയസ് എ ഉള്ള ഒരു സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കില്ല, നമ്മൾ തന്നെ എഴുതേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ടി എന്ന് പറയുന്നത് ആംഗിൾ ആണ് കേട്ടോ. 0 മുതൽ 2π 360 ഡിഗ്രി വരെ ആംഗിൾ കറങ്ങി വരും. അതാണ് ആള്. എനിക്ക് വേണ്ടത് dx ബൈ ഡി ടി വേണം. അതായത് എ കോൺസ്റ്റന്റ് ആണ്, കോസിൻ്റെത് മൈനസ് സൈൻ ആണ്, മൈനസ് എ സൈൻ ടി. dy ബൈ ഡി ടി, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, എ കോസ് ടി.
dx by dt the whole square. dx by dt the whole square. ഇതിന്റെ സ്ക്വയർ a square sin square t. dy by dt the whole square a square cos square t. നമുക്ക് dx by dt the whole square plus dy by dt the whole square കണ്ടുപിടിച്ച് നോക്കാം. ഇയാളെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. a square sin square t plus a square cos square t. a square കോമൺ എടുക്കുന്നു. a square കോമൺ എടുക്കുമ്പോൾ sin square t plus cos square t. sin square t plus cos square t 1 ആണ്. അങ്ങനെ ഇത് a square എന്ന് കിട്ടും. ഇനി എനിക്ക് വേണ്ടത് ഈ പുള്ളിക്കാരന്റെ റൂട്ടാണ്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈ പുള്ളിക്കാരന്റെ റൂട്ട് വേണം. dx by dt the whole square plus dy by dt the whole square. ഇത് a square ആയിരുന്നു. അതിന്റെ റൂട്ട് a ആണ്. a കഴിഞ്ഞു. അപ്പൊ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കൊടുക്കാം. ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇന്റഗ്രൽ a to b. ഇവിടെ 0 തൊട്ട് 2π വരെയാണ്. അപ്പൊ 0 to 2π. റൂട്ട് ആ പാർട്ടിക്കുലർ ആള് അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അത് a ആണ്. dt. a കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രലിന്റെ പുറത്ത് വരുന്നു. dt-യുടെ ഇന്റഗ്രൽ t ആണ്. 0 to 2π. അപ്പർ ലിമിറ്റ് 2π മൈനസ് 0. a into 2π മൈനസ് 0. 2π into a. 2π into a. സർക്കംഫറൻസ് 2π. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സർക്കിളിന്റെ മൊത്തത്തിലുള്ള ലെങ്ത് അതാണ് സർക്കംഫറൻസ്. നമ്മൾ കണ്ടുപിടിച്ചു. മൊത്തത്തിലുള്ള ലെങ്ത് 2 into π into a. 2π. ഇതാണ് നമ്മുടെ എന്താണ് ലെങ്ത് കണ്ടുപിടിക്കുന്ന രീതി. ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് സർ മുമ്പത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? ഓക്കെ സർ. ഓക്കെ ശരി. അപ്പം ഇനി എനിക്ക് ഇതിന്റെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോക്കുന്നത്. ആർക്ക് ലെങ്ത്തിന്റെ അടുത്ത ഒരു 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് ഓഫ് x is equal to t square, y is equal to 1/3 t square. 1/3 t square അല്ല, t cube ആണ്. t cube. 0 less than or equal to t less than or equal to 1. ഏതോട്ട് ഏതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് പോവാം. dx by dt ഡെറിവേറ്റീവ് 2t. dy by dt 1/3 കോൺസ്റ്റന്റ് ആണ്. t ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3 into t square. ദാറ്റ് ഇസ് t square. ഇനി റൂട്ട് ഓഫ് dx by dt the whole square plus dy by dt the whole square. That is equal to root of 2t the whole square 4t square. t square the whole square t raised to 4. t square ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ t square റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോൾ t ആവും. റൂട്ട് 4 plus t square. 4 plus t square. ഇതാണ് എന്റെ ഇന്റഗ്രൽ. ഈ അളവാണ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല കൊടുക്കുന്നു. ഇന്റഗ്രൽ ഇവിടെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. 0 മുതൽ 1 വരെ. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ പുള്ളിക്കാരനെ t into root of 4 plus t square. 4 plus t square dt. ശരി, ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരാമോ നിങ്ങൾക്ക്? എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം?
എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി പറയണം. നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഒക്കെ അറിയാം എന്നാണ് എന്റെ വിശ്വാസം. എന്ത് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യണം? രണ്ടുപേർക്കും ഒരു മെത്തേഡും കിട്ടുന്നില്ലേ? എന്തെങ്കിലും ഫോർമുല ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ഇന്റഗ്രേഷൻ അറിയാന്നുള്ള നിലയിലാണ് ഞാൻ ഇരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, 4+t² ഡെറിവേറ്റീവ് പുറത്തുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മെത്തേഡ്. 4+t² ഞാൻ u എന്ന് കൊടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2t dt ഈക്വൽ ടു du എന്ന് കിട്ടും. അതായത് t dt ഈക്വൽ ടു du/2. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ √u. 4+t² ആണല്ലോ u കൊടുത്തത്. അപ്പൊ √u. t dt പകരം du/2. ഞാൻ 1/2 പുറത്തേക്ക് എടുത്തു. √u ഇന്റഗ്രൽ u⁻³ 3/2. That is equal to 1/2 into 2/3 into u⁻³. 2 വെട്ടിപ്പോവും. That will be 1/3 into u⁻³. ഞാൻ ലിമിറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെ ലിമിറ്റ് ഇപ്പൊ കൊടുക്കാൻ പാടില്ല, കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ നടക്കുന്നത്. അതുകൊണ്ടാണ്. u എന്ന് പറയുന്നത് 4+t² ആണ്. ആ വാല്യൂ തിരിച്ചു കൊടുക്കണം. L equal to 1/3 into 4+t²⁻². ഇനി ലിമിറ്റ് കൊടുക്കാം 0 മുതൽ 1 വരെ. അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു 1/3 into 4+1². 4+1²⁻². മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4+0. 4⁻². അത് മതി. That is equal to 1/3 into 4+1². 5⁻³ മൈനസ് 4 എന്ന് പറഞ്ഞാൽ 2² ആണ്. 2²⁻². അപ്പൊ ഈ 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് 2³ ആവും. 2³ 8 ആണ്. അപ്പൊ 1/3 into 5⁻³ മൈനസ് 8. ഇതാണ് ലെങ്ത്. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെസിമൽ വാല്യൂ അടക്കം കിട്ടും. നിങ്ങളുടെ ഇഷ്ടം. ആലോചിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ആലോചിക്കുക. ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഇവിടെ. അപ്പൊ ഞാനിവിടെ 4+t² ഡെറിവേറ്റീവ് 2t അല്ലെങ്കിൽ t ഒക്കെ വരുന്ന ആളാണ്. അത് പുറത്തുണ്ട്. അത് കണ്ടുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് പോയത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആളെ കണ്ടുപിടിച്ചു. യുയിലാണ് സോൾവ് ചെയ്തത്. അതിനുശേഷം ടിയിലെ ഒറിജിനൽ വാല്യൂ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ലിമിറ്റ് കൊടുത്തത്. ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് ഒറിജിനൽ വാല്യൂ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പേ വാല്യൂ കൊടുത്ത് കളയരുത്. ഉത്തരം തെറ്റ്. ഡൺ. ഇതാണ് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. എക്സസൈസിലുള്ളതാണ്. സർ മുമ്പത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? ഓക്കെ. ഓക്കെ സർ. ഇന്റഗ്രേഷൻ മെത്തേഡ്സ് നിങ്ങൾ ഒന്നും കൂടെ നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. കർവ് ഞാൻ തരാം. x is equal to sin t plus cos t. Y is equal to sin t minus cos t. 0 less than or equal to t less than or equal to pi. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാനായി dx/dt കണ്ടുപിടിക്കാം. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആണ്. കോസിൻ്റെത് മൈനസ് സൈൻ ടി. ഇനി dy/dt, സൈനിൻ്റെത് കോസ് ആണ്. കോസിൻ്റെത് മൈനസ് സൈൻ ആണ്. മൈനസ് മൈനസും കൂടെ പ്ലസ് ആവും, സൈൻ. നമുക്ക് dx/dt the whole square plus
dy by dt whole squared equal to cos t minus sin t whole square plus cos t plus sin t the whole squared, which is equal to cos square t minus 2 cos t sin t sin plus sin square t plus cos square t plus 2 sin t cos t plus sin square t. ഇയാളും ക്യാൻസൽ ആയി പോവും. അടുത്ത് കിട്ടുന്നത് cos square t plus cos square t 2 cos square t sin square t plus sin square t 2 sin square t. അപ്പോ 2 കോമൺ എടുക്കുമ്പോൾ cos square t plus sin square t. cos square t plus sin square t 1 ആണ്, 2. റൂട്ടിന്റെ അകത്ത് കൊടുക്കേണ്ടത് 2-നെയാണ്. റൂട്ടിന്റെ അകത്ത് കൊടുക്കേണ്ടത് 2-നെയാണ്. സിമ്പിൾ ആയി കണ്ടുപിടിച്ചു. ഡെറിവേറ്റീവ് എടുക്കുക, സിമ്പിൾ. റൂട്ടിന്റെ അകത്ത് കൊടുക്കേണ്ട ആളെ പ്രത്യേകിച്ച് കണ്ടുപിടിച്ചു. ഫോർ നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നു. ലെങ്ത് ഈക്വൽ ടു ഇന്റഗ്രൽ. നമുക്കിവിടെ വാല്യൂ കൃത്യമായി തന്നിട്ടുണ്ട്. 0 മുതൽ പൈ വരെ. 0 മുതൽ പൈ വരെ കൊടുക്കുന്നു. റൂട്ട് ഓഫ് അകത്തുള്ള ആള് 2 ആണ്. റൂട്ട് 2 dt. റൂട്ട് 2 ഒരു കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് വരും. ഇന്റഗ്രൽ 0 to പൈ dt. ഡിറ്റിയുടെ ഇന്റഗ്രൽ ടി ആണ്. റൂട്ട് 2 into t. ലിമിറ്റ് 0 to പൈ. അപ്പർ ലിമിറ്റ് പൈ, ലോവർ ലിമിറ്റ് 0, പൈ മൈനസ് 0. അതായത് റൂട്ട് 2 into പൈ. റൂട്ട് 2 into പൈ. ഇതാണ് നമ്മുടെ ലെങ്ത്. റൂട്ട് 2 into പൈ ആണ് നമ്മുടെ ലെങ്ത്. ഡൺ. അപ്പൊ നമുക്ക് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ അറിയാം. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ വിജയകരമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ ആ ഫോർമുല ഒരിക്കലും മറക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുലയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കർവിനെ പറ്റിയിട്ടാണ്. സ്പെഷ്യൽ കൈൻഡ് ഓഫ് കർവിനെ പറ്റിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ആ കർവ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, നിങ്ങളൊരു സർക്കിൾ എടുക്കണം. റേഡിയസ് എ ഉള്ള ഒരു സർക്കിൾ എടുക്കണം. റേഡിയസ് എ ഉള്ള ഒരു സർക്കിൾ എടുക്കണം. ആ സർക്കിൾ എടുത്തതിന് ശേഷം അതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. സർക്കിൾ ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഇവിടെ വേണം നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഈ സർക്കിളിന്റെ ബേസ് ഒറിജിനൽ മുട്ടുന്ന രീതിയിൽ വെക്കണം. ഈ സർക്കിളിന്റെ ബേസ് ഒറിജിനൽ മുട്ടുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ എന്തെങ്കിലും ലേസറോ അങ്ങനെ എന്തെങ്കിലും ഘടിപ്പിക്കുക. എന്നിട്ട് ഈ ഒരു സർക്കിളിനെ അങ്ങ് ഉരുട്ടി അങ്ങ് വിട്ടു. അപ്പോ ഈ ലേസർ ഘടിപ്പിച്ച ആ ഒരു പോയിന്റ് ഫോളോ ചെയ്യുന്ന പാത്തില്ലേ, നീല കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലേസർ ഫോളോ ചെയ്യുന്ന പാത്ത്, ആ പാത്തിനെ നമ്മൾ സൈക്ലോയിഡ് എന്ന് വിളിക്കും. സൈക്ലോയിഡ്. That particular path is called a cycloid. നമ്മൾ ഈ കർവിനെ പറ്റിയിട്ടാണ് ഇപ്പൊ പഠിക്കുന്നത്. സൈക്ലോയിഡ്. And it is also called cycloid or the apple of discord. The apple of discord. The cycloid or the apple of discord. ഇതാണ് ഇതിന്റെ പേര്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇതാണ് അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. x is equal to a theta minus a sin theta. Y is equal to a minus a cos theta. കഴിയും. Theta is greater than 0. That's it. ഇതാണ് സൈക്ലോയിഡിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. സൈക്ലോയിഡിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ. തീറ്റയാണ് ഇവിടെ പാരാമീറ്റർ, ടി അല്ല. തീറ്റയാണ് ഇവിടുത്തെ പാരാമീറ്റർ. ഇത് 1 മാർക്കിന് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സൈക്ലോയിഡിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. സൂക്ഷിക്കുക, അത് പഠിക്കണം. വെറുതെ മാർക്ക് കൊണ്ട് കളയരുത്. x equal to a theta minus a sin theta. Y is equal to a minus a cos theta. കഴിഞ്ഞു. മൂവിങ് ഓൺ. നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു.
അടുത്ത സെക്ഷൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. നെക്സ്റ്റ് സെക്ഷൻ ഇസ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. Polar coordinate system. Done. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. +1 +2 പോളാർ കോർഡിനേറ്റ്സ്, അതായത് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ അതിന്റെ ഫുൾ ജനറലൈസേഷൻ പഠിക്കുകയാണ്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് പറയുന്നത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നീളം എന്താണെന്ന് നോക്കും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നീളം, അതായത് ലെഫ്റ്റ് റൈറ്റ് ദൂരം എത്രയാണെന്ന് നോക്കും. എന്നിട്ട് അവിടെ നിന്നിട്ട് അതിന്റെ പൊക്കം എന്താണെന്ന് നോക്കും. ഒറിജിനൽ നിന്ന് ആ പോയിന്റിന്റെ അടിയിലേക്കുള്ള ദൂരം എക്സും, അതേസമയം ആ പോയിന്റിന്റെ അടിയിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം വൈയുമാണ്. പോയിന്റിന്റെ പൊക്കം വൈയും അതിന്റെ ഒറിജിനിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ദൂരം എക്സും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പോയിന്റിനെ മാർക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ദൂരം കോമ വേർട്ടിക്കൽ ദൂരം. ഹൊറിസോണ്ടൽ ദൂരം കോമ വേർട്ടിക്കൽ ദൂരം. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. വേറൊന്നുമല്ല, ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിനെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? റെക്ടാങ്കിൾ ആണ്. അതുകൊണ്ടാണ് ഇതിനെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഇനി നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പോൾ എന്ന് പറയുന്ന ഒരാളെ തന്നിട്ടുണ്ട്. അഥവാ നമ്മുടെ ഒറിജിൻ എന്നൊക്കെ പറയുന്ന ആള് തന്നെ, അല്ലാതെ വേറെ ആരൊന്നും അല്ല. പോൾ എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ഓ എന്നാണ് അതിനെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഈ പോളിൽ നിന്ന് പോസിറ്റീവ് എക്സ് ആക്സിസ് ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ പേരാണ് പോളാർ ആക്സിസ്. പോളാർ ആക്സിസ്. ഇത് പോളും ഇത് പോളാർ ആക്സിസും. പോളും പോളാർ ആക്സിസും. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തില് 2 പെർപെൻഡിക്കുലർ ആയ ലൈൻ ആണ് തന്നിട്ടുള്ളത്, എക്സ് ആക്സിസും വൈ ആക്സിസും. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് നിങ്ങൾ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഫിക്സഡ് പോയിന്റ്, അതിന്റെ പേര് പോൾ എന്നാണ്. അതിനുശേഷം ആ പോളിൽ നിന്ന് പോസിറ്റീവ് എക്സ് ആക്സിസ് ഇരിക്കുന്ന അതേ ദിശയിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അതിന്റെ പേര് പോളാർ ആക്സിസ്. കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ബേസ്. ഇനി എങ്ങനെ ഇവിടെ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ട്. എങ്ങനെ പോയിന്റിനെ മാർക്ക് ചെയ്യും? നിങ്ങൾ ആദ്യം ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഈ പോയിന്റിലേക്ക് നിങ്ങൾ ഒറിജിനിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. നേരെ വരും. ആ ലൈനിന്റെ ലെങ്ത് ആർ. ഒറിജിൻ നേരെ ഒരു ലൈൻ വരച്ചു, ലൈനിന്റെ ലെങ്ത് ആണ്. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് ഇത് റേഡിയസും പോള് സെന്റർ ആകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കും. അങ്ങ് വരയ്ക്കും. ആ സർക്കിൾ ഉറപ്പായിട്ടും പോളാർ ആക്സിസിനെ തൊടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോളാർ ആക്സിസിൽ നിന്ന് നിങ്ങൾ ഈ എടുത്ത സ്ട്രെയിറ്റ് ലൈനിലേക്ക് നിങ്ങൾക്ക് ഒരു ആംഗിൾ വരയ്ക്കാൻ പറ്റും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക്, അതായത് ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവിടെ ഒരു ആംഗിൾ ഫോം ആവും. ആ ആംഗിൾ തീറ്റ. വീണ്ടും പറയുന്നു, പോളാർ ആക്സിസിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. പോളാർ കോർഡിനേറ്റിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഏതോ ഒരു പോയിന്റ്, അവിടെ ഞാൻ മാർക്ക് ചെയ്തു പോയിന്റ്. ഒറിജിനിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പോളിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം മാറും. അതിനുശേഷം അത് റേഡിയസ് ആയി വെച്ചുകൊണ്ട് പോള് സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ സർക്കിൾ ഉറപ്പായിട്ട് എക്സ് ആക്സിസിനെ ഇതേപോലെ മീറ്റ് ചെയ്തിരിക്കും. അവർ തമ്മിൽ ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഒരു കഷ്ണം പോലെ ഒരു ഭാഗം ഉണ്ടാവും.
പോളാർ ആക്സിസിൽ നിന്ന് ആ സ്ട്രൈറ്റ് ലൈൻ, പോളിൽ നിന്ന് പോയിന്റിലേക്ക് പോയ ആ സ്ട്രൈറ്റ് ലൈനിലേക്ക് ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പോയിന്റിനെ മാർക്ക് ചെയ്യാൻ പോകുന്നത് r,θ എന്നായിരിക്കും. r,θ. അതായത് പോളിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ, പോളിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ പോളാർ ആക്സിസുമായി θ ഡിഗ്രി ആംഗിൾ, ആ പോയിന്റ് ആണ് r,θ. ഇങ്ങനെ നിങ്ങൾക്ക് പോയിന്റിനെ മാർക്ക് ചെയ്യാം. ഇതാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിൾ പരിപാടി. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ല സർ. ഓക്കെ, അപ്പൊ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം കഴിഞ്ഞു. ഇതാണ് മനസ്സിലാക്കുന്നത്. ഇനി പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന് ഒരു കുഴപ്പമുണ്ട്. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നേ 360 ഡിഗ്രി കറങ്ങി വന്നു. 360 ഡിഗ്രി കറങ്ങി വരിക എന്ന് പറയുമ്പോൾ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ വന്നു. 360 ഡിഗ്രി കറങ്ങി വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ വന്നു. അപ്പൊ അവിടുത്തെ ആംഗിൾ തീറ്റ അല്ല, തീറ്റ പ്ലസ് 2π. ഇനി വീണ്ടും 360 ഡിഗ്രി കറങ്ങി വന്നു. തീറ്റ പ്ലസ് 2π പ്ലസ് 2π, തീറ്റ പ്ലസ് 4π. ശരി, പോട്ടെ. ഇവിടെ ഇപ്പൊ തീറ്റ നിൽക്കുന്നല്ലോ. എന്താണ് ക്ലോക്ക്? ആന്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് അല്ല. ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവും ക്ലോക്ക് വൈസ് നെഗറ്റീവും ആണ്. ഞാൻ തിരിച്ചു കറങ്ങി, ഇങ്ങനെ കറങ്ങി 360 ഡിഗ്രി തിരിച്ചു കറങ്ങി. അപ്പൊ -2π, തീറ്റ -2π. പക്ഷെ ഇപ്പോഴും തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. തീറ്റ -2π എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങണം, ക്ലോക്ക് തിരിയുന്ന പോലെ കറങ്ങണം, തിരിച്ചവിടെ തന്നെ എത്തും. തീറ്റ -4π വീണ്ടും അവിടെ തന്നെ. അതായത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില് നിങ്ങൾ 360 ഡിഗ്രി, അതായത് 2π കൂട്ടിയാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതേ പോയിന്റ് തന്നെയായിരിക്കും, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവര് 0-ന്റെയും 360 ഡിഗ്രിയുടെ ആംഗിൾ മാത്രമേ ചിലപ്പോഴൊക്കെ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അതിൽ കൂടുതൽ ഇട്ടിട്ട് കാര്യമില്ലെന്നേ. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു പോകാനല്ലേ, വീണ്ടും തന്നിട്ട് എന്ത് ചെയ്യാൻ? ഓക്കെ, അപ്പൊ മാക്സിമവും അവരെടുക്കുന്നത് തീറ്റയുടെ വാല്യൂ 0 മുതൽ 2π വരെ പോയാൽ മതി. തീറ്റയുടെ വാല്യൂ 0 മുതൽ 2π വരെ പോയാൽ മതി. അതിൽ കൂടുതലൊന്നും പോണ്ട. അതിൽ കൂടുതൽ പോയിട്ട് കാര്യമില്ല. അതാണ് കാര്യം. അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. ഫിക്സിങ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, വീണ്ടും അവിടെ തന്നെ കിടന്ന് കറങ്ങിക്കോളും. അല്ല, വേറെ കുഴപ്പമൊന്നും. ഇതാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം. കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും നിങ്ങൾ ആദ്യം പഠിക്കാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് റെക്ടാങ്കുലർ കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ പോളാർ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം, പോളാർ കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഒരിക്കലും ഈ ഫോർമുല മറക്കരുത്. ഈ ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുലയാണ്. ഫോർമുല x is equal to r cos theta, y is equal to r sin theta. അതായത് ആറും തീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇനി എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ ആറും തീറ്റയും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാൻ പറയാൻ പോകുന്നത്. r is equal to root of x square plus y square. r is equal to root of x square plus y square. എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ r കണ്ടുപിടിക്കാൻ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല പോലെ ഒരു സാധനം ചെയ്താൽ. ഇനി അടുത്ത് tan theta equal to y by x. tan theta equal to y by x. അതായത് തീറ്റ കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ഫോർമുലയാണ് tan theta equal to y by x. തീറ്റ tan ഇൻവേഴ്സ് എടുത്താൽ മതി, നിങ്ങൾക്ക് തീറ്റ കിട്ടും. സിമ്പിൾ കാര്യം കഴിഞ്ഞു. ഈ ഫോർമുല ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. വളരെ ബേസിക് ഫോർമുലയാണ്. നമ്മൾ പ്രോബ്ലത്തില് പോളാർ കോർഡിനേറ്റിന്റെ വളരെ വളരെ വലിയ പ്രോബ്ലങ്ങൾ ചെയ്യും. അപ്പോഴെല്ലാം ഈ രണ്ട് ഫോർമുലയും വളരെ വളരെ ബേസ് ആയിരിക്കും. അത് സൂക്ഷിക്കണം. ആറും തീറ്റയും ഉണ്ടെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും, എക്സും വൈയും ഉണ്ടെങ്കിൽ ആറും തീറ്റയും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ശരി, ഡൺ.
പോളാർ കോർഡിനേറ്റിനെ പറ്റിയിട്ടുള്ള എന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഈ ഫോമിലെ കയ്യിലുള്ള സ്ഥിതിക്ക് ഞാനിനി നിങ്ങൾക്ക് പോളാർ കോർഡിനേറ്റ് തരും, അതിനെ റെക്ടാങ്കുലർ കോർഡിനേറ്റിലേക്ക് മാറ്റണം. റെക്ടാങ്കുലർ കോർഡിനേറ്റ് തരും, അതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റണം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. കൺവേർട്ട് r, theta equal to 6, 2pi by 3 to rectangular coordinate. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് പോളാർ കോർഡിനേറ്റ് ആണ്. എനിക്ക് റെക്ടാങ്കുലർ കോർഡിനേറ്റിലേക്ക് ഇയാളെ മാറ്റണം. അതായത് എക്സും വൈ കണ്ടുപിടിക്കണം. r തീറ്റ തന്നിട്ടുണ്ട്. r is equal to 6, theta equal to 2pi by 3. ഈ 2pi by 3 എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 ആണ്, 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രിയാണ്. ജസ്റ്റ് അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നതാണ്. ശരി, അപ്പൊ നമുക്ക് എക്സ് is equal to r cos തീറ്റ. ആറിന്റെ വാല്യൂ 6 ആണ്. കോസ് 120 ഡിഗ്രി. കോസ് 120 ഡിഗ്രി എന്ത് ചെയ്യാന്ന് പറഞ്ഞു തരാമോ? എന്ത് ചെയ്യാൻ പറ്റും? കോസ് 120 ഡിഗ്രി അറിയാമോ? കോസ് 120 ഡിഗ്രി എങ്ങനെ ചെയ്യാമെന്ന് പറയാമോ? കോസ് 120 ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കും ഒരു ബുദ്ധിയും തോന്നുന്നില്ലേ? ദേവിക, എന്ത് ചെയ്യും? എന്തെങ്കിലും വഴിയുണ്ടോ? ആര്യ, എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? സർ കോസ് ആ ആ കോസ് 90 പ്ലസ് കോസ് 90 പ്ലസ് 30. കോസ് 90 പ്ലസ് 30 അങ്ങനെ മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിഗ്രി മെഷറിൽ എഴുതിയത്. അപ്പൊ അതാ നോക്കിക്കോ, 90 പ്ലസ് 30 എന്ന് പറഞ്ഞപ്പോൾ വൈ ആക്സിസിനെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. വൈ ആക്സിസിനെ ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ മാറും, ട്രിഗ്നോമെട്രി മാറും, കോസ് സൈൻ ആവും. 6 സൈൻ 30 ആവും. 6 സൈൻ 30 ആവും. ഈ രണ്ടാമത്തെ കോർഡിനേറ്റിലാണ് ഇത് ഉള്ളത്. രണ്ടാമത്തെ കോർഡിനേറ്റിൽ സൈനും സൈനിന്റെ റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്, കോസ് പോസിറ്റീവ് അല്ല, അതുകൊണ്ട് മൈനസ് വരും. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. -6 × 1/2 -3. എക്സ് വാല്യൂ ആയി -3 ആണ് എക്സ് വാല്യൂ. y is equal to അടുത്ത r സൈൻ തീറ്റ. r 6 ആണ്, സൈൻ 120. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 സൈൻ 90 പ്ലസ് 30. വൈ ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ ഫംഗ്ഷൻ മാറും, സൈന് കോസ് ആകും. രണ്ടാമത്തെ കോർഡിനേറ്റിൽ സൈന് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് വരൂല. കോസ് 30. കോസ് 30 √3/2 ആണ്. ഇതും വെട്ടിപ്പോയിട്ട് 3√3. എനിക്ക് എക്സ് വാല്യൂം കിട്ടി, വൈ വാല്യൂം കിട്ടി. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3, 3√3. ഇതാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്. എക്സും കണ്ടുപിടിച്ചു, വൈയും കണ്ടുപിടിച്ചു. സിമ്പിൾ. പിന്നെ ട്രിഗ്നോമെട്രിക് വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ വേണമെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്യാം. കാൽക്കുലേറ്ററിനെയൊക്കെ ഡിഗ്രിയിലോ റേഡിയനിലോ ഒക്കെ ആക്കിയിട്ട് എന്താണോ സൗകര്യം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ 3√3 പോലത്തെയൊക്കെ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റർ ഡെസിമലിലൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പൊ അതൊരു പ്രശ്നമാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്, പോളാർ കോർഡിനേറ്റ് എന്ന റെക്ടാങ്കുലർ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. ഇനി തിരിച്ച് റെക്ടാങ്കുലർ കോർഡിനേറ്റ് തരാം, പോളാർ കോർഡിനേറ്റ് കണ്ടു. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്
ഈ വാക്യം അവർ ഉപയോഗിക്കുക കേട്ടോ. എക്സ് ആണോ വൈ ആണോ തരില്ല, തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -2, -2√3. എനിക്ക് പോളാർ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഫൈൻഡ് പോളാർ കോർഡിനേറ്റ്സ്. ശരി, പോളാർ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്നത് -2, വൈ എന്ന് പറയുന്നത് -2√3. ഇനി നമുക്ക് r is equal to √(x²+ y²). ഫോർമുല ഇങ്ങനെയാണ്. √(x²) -2² 4 + y² 2² 4 4 × 3 12. That is √4 + 12 16. √16 4. √16 4. r വാല്യൂ കിട്ടി. r വാല്യൂ 4 ആണ്. ഇനി tan θ = y/x. y എന്ന് പറയുമ്പോൾ -2√3, x എന്ന് പറയുമ്പോൾ -2. ദാറ്റ് ഈസ് ഈക്വൽ ടു √3. ടാൻ എപ്പോഴാണ് √3 ആവുന്നതെന്ന് അറിയാമോ? ടാൻ എപ്പോഴാണ് √3 ആവുന്നത്? ടാൻ എപ്പോഴാണ് √3 ആവുന്നത്? tan 60. tan 60, അതായത് θ = 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. അപ്പൊ നമ്മള് ആംഗിൾ കണ്ടുപിടിച്ചു. π/3 എന്ന ആംഗിൾ കണ്ടുപിടിച്ചു, 60 ഡിഗ്രി. ശരി, അപ്പൊ നിങ്ങള് ഇവിടെ ഇങ്ങനെ 60 ഡിഗ്രി എന്ന് ചുമ്മാ എഴുതിയാൽ പറ്റൂല കേട്ടോ. അതാണ് ഈ പോളാർ കോർഡിനേറ്റിന്റെ ഒക്കെ ഒരു കുഴപ്പം. പോളാർ കോർഡിനേറ്റ് ഒക്കെ കുഴപ്പം. ഞാൻ ആ കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ നോക്കിക്കോളണേ. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 2 കോർഡിനേറ്റും നെഗറ്റീവായ ഒരാളെയാണ്. 2 കോർഡിനേറ്റ് നെഗറ്റീവായ ഒരു റെക്ടാങ്കുലർ ആണ്. 2 കോർഡിനേറ്റ് നെഗറ്റീവ് എന്ന് വെച്ചാൽ എക്സും വൈയും നെഗറ്റീവ്. എക്സും വൈയും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരാനുള്ളത്, ഈ ഭാഗത്താണ് വരാനുള്ളത്. സ്വാഭാവികം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോളുമായി ഉണ്ടാക്കുന്ന ആംഗിൾ, പോളാർ ആക്സിസ്, അതായത് ഇയാളുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 180 മുകളിലായിരിക്കും. 180 മുകളിലായിരിക്കണം ഉണ്ടാക്കുന്ന ആംഗിൾ. നിങ്ങൾക്കത് വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 180 മുകളിലായിരിക്കണം. ആന്റി ക്ലോക്ക് വൈസ് ആണല്ലോ കൂട്ടുന്നത്. 180 മുകളിലാകേണ്ട ആംഗിൾ നമുക്ക് കിട്ടിയത് വെറും 60 ഡിഗ്രി എന്നാണ്. നമുക്ക് കിട്ടിയത് വെറും 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോർഡിനേറ്റ് കിടക്കുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കോർഡിനേറ്റ് കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒന്നാമത്തെ കോർഡിനേറ്റ് കിടന്നാൽ പോരാ. ഒന്നാമത്തെ കോർഡിനേറ്റ് കിടന്നാൽ പോരാ, നമുക്ക് ഇങ്ങ് വന്നേ പറ്റത്തുള്ളൂ. ഇതൊരു പ്രശ്നമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പോളാർ കോർഡിനേറ്റിലേക്ക് മാറുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ നിന്ന് പോളാർ കോർഡിനേറ്റിലേക്ക് മാറുമ്പോൾ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല പിള്ളേരെ, ഈ മൈനസും വെട്ടിക്കളഞ്ഞില്ലേ, അതൊരു കുഴപ്പമുള്ള കേസാണ്. അതങ്ങനെ വെട്ടിക്കളയാൻ പാടില്ല. പക്ഷെ പിന്നെ നമുക്ക് ന്യൂമറിക്കലി വെട്ടിക്കളയാതിരിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഒരു കുഴപ്പത്തിൽപ്പെടും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അവസാനം നമ്മൾ ഒരു ചെറിയൊരു കൊനഷ്ട പരിപാടി കാണിക്കും. The points are at third coordinate. പോയിന്റ്സ് ഉള്ളത് തേർഡ് കോർഡിനേറ്റ്സിലാണ്. Points are at third coordinates, but theta = π/3 is in first coordinate. അത് പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അപ്പൊ 60 ഡിഗ്രി ഇവിടെ അല്ലേ ഉള്ളൂ. 60 + 180, അതായത് 60 + π. 60 + π ചെയ്ത് കഴിഞ്ഞാൽ 180 ചെയ്യുമ്പോൾ ഇയാൾ തേർഡ് കോർഡിനേറ്റ് വരുമല്ലോ. സോ തീറ്റ = π + π/3. π + π/3. π + π/3 4π/3. 4π/3 ആണ് നിങ്ങളുടെ റിക്വയർഡ് ആംഗിൾ. 4π/3 ആണ് നിങ്ങളുടെ റിക്വയർഡ് ആംഗിൾ. മനസ്സിലാവും?
വീണ്ടും പറയുന്നു എന്താണ് കുഴപ്പമെന്ന്. തീറ്റ നിങ്ങൾ കണ്ടുപിടിച്ചില്ല എന്നല്ല, പക്ഷെ എന്താണ് അതിപ്പോ ഫസ്റ്റ് കോർഡിനേറ്റ് കിടക്കുകയാണ്. പക്ഷെ എനിക്ക് എന്റെ പോയിന്റ് കിടക്കേണ്ടത് തേർഡ് കോർഡിനേറ്റും, അതായത് അതിന്റെ വാല്യൂ 180 മുകളിൽ വരേണ്ടതായിരുന്നു, പക്ഷെ ഇവിടെ വന്നില്ല. കാരണം കാൽക്കുലേഷന്റെ കുറച്ച് കുഴപ്പമാണ്, മൈനസ് വെട്ടിക്കളഞ്ഞാണെന്ന് ഞാൻ പറയും. പക്ഷെ നമുക്ക് എന്തായാലും അങ്ങോട്ട് നോക്കി ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനം ചെയ്യുന്നത് ആ ഒരു പ്രശ്നം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ കോർഡിനേറ്റിൽ വരാൻ വേണ്ടിയിട്ട് പൈ കൊണ്ട് ആഡ് ചെയ്യും. 4π/3 ആവും. 4π/3 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 360 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 120 ആണ്. 240 ഡിഗ്രി വരും. 240 ഡിഗ്രി കഴിഞ്ഞു. കണ്ടുപിടിച്ചു. നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോളാർ കോർഡിനേറ്റ് ഇത്രയേ ഉള്ളൂ. ആർ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്, നിങ്ങൾ കണ്ടുപിടിച്ചു. 4 തീറ്റ വാല്യൂ 4π/3. ഇതാണ് നിങ്ങളുടെ പോളാർ കോർഡിനേറ്റ്സ്. ഇതാണ് നിങ്ങളുടെ പോളാർ കോർഡിനേറ്റ്സ്. കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ ഈ പറഞ്ഞത്? മനസ്സിലായി. ഇത് ഒരു 2 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. കാലാകാലങ്ങളായി ഇത് വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് തെറ്റ് എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത് തന്നെ. നിങ്ങൾ 60 എന്ന് എഴുതും, π/3 എന്ന് എഴുതും. ഈ കറങ്ങി വരുന്ന കാര്യം നിങ്ങൾ മിസ്സാകുമെന്ന് അവർക്ക് അറിയാം. അതിന് വേണ്ടിയിട്ടാണ് അവരത് ചോദിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഓക്കെ.